ഇവിടെ കുറേ മല കാണാം. ഈ മൈൻഡിൽ ഇവിടെ നിന്നിട്ട് നല്ലൊരു കട്ടം കെട്ടാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ? അപ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഭവം നമ്മൾ സ്ഥലം എത്തി. ബട്ട് ഇതിൽ വേറൊരു വഴിക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മളിതിലൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ ടോപ്പിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇവിടുത്തെ അടുത്തുള്ള ചേട്ടൻ പറഞ്ഞു ഇതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ വഴിക്ക് പോകാമെന്ന് വെച്ചു. ഈ വഴിയാണോ? റൈറ്റിലേക്കുള്ള വഴിയല്ലേ? ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. സോൾ ഓഫ് ട്രാവലിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒന്ന് സൺറൈസ് കാണാൻ വേണ്ടി പോകുന്നത്. സൺറൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു രക്ഷയില്ലാത്ത സൺറൈസ് ആട്ടോ. മേളിലാണെങ്കിൽ സൂര്യൻ, താഴെയാണെങ്കിൽ കോട, അതിൻ്റെ താഴെയാണെങ്കിൽ കുറേ അട്ടിപ്പൊളി മലകൾ. ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറുപ്പമ്പടിക്കകത്താണ്. അതായത് എറണാകുളം ജില്ലയിലെ കുറുപ്പമ്പടിക്കടുത്ത് പുലിയാണിപ്പാറ എന്ന് പറഞ്ഞൊരു പാറയുണ്ട്. ദെൻ അവിടുത്തെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കാണാൻ നമ്മുടെ ഒരു അമ്പലം ഉണ്ടോ. ക്ഷേത്രത്തിൻ്റെ പേരാണ് പുലിയണിപ്പാറ ദുർഗഭദ്ര ദേവീക്ഷേത്രം. സമയം ഏതാണ്ട് 6:30 ആവാൻ പോണു. അപ്പോൾ എൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന വ്യൂ എന്താണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക്. കോട കയറി വന്നിട്ടത് ഇവിടെ നോക്കി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും കുറച്ചും കൂടി നല്ല അടിപൊളി ക്ലൈമറ്റ് ആവും കേട്ടോ. താഴെ നോക്കി കുറച്ച് കോടയൊക്കെ പൊന്തി തുടങ്ങിയിട്ടോ. നമ്മുടെ ഈ സൈഡൊക്കെ ആണെങ്കിൽ ഏകദേശം മല വരെ കാണാം. ഇവിടെ കുറേ മല കാണാൻ പറ്റും.
നിന്ന് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കോട വന്നിട്ടുണ്ട്. നമുക്ക് എന്തോരം വ്യക്തമായിട്ട് കാണാൻ പറ്റും നമുക്കറിയില്ല. ജസ്റ്റ് ഒരു അടിക്കുന്ന ഇറങ്ങിക്കോ. പക്ഷെ ഇവിടെ നിന്ന മുകളിൽ നല്ല ടോപ്പ് വ്യൂ ആണ്. കേട്ടോ, നമ്മളൊരു 5:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ജസ്റ്റ് ഒരു മഴ നൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോട അത് ഫീൽ ആവാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ വീടിന് അത് മലയാറ്റൂരിൽ നിന്ന് ഏതാണ്ട് ഒരു 9 കിലോമീറ്റർ ഉള്ളൂ. ഇത് എറണാകുളം ജില്ലയിലെ കുറുപ്പമ്പടിക്ക് അടുത്താണ്. നമ്മൾ പാണൂലിപ്പോൾ പോകേണ്ട ആ റൂട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു അടിപൊളി വൈബാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുക, നമ്മൾ ചുറ്റും നോക്കിയാണെങ്കിൽ ചുറ്റും മലകൾ, സൂര്യൻ അവിടെ ഉച്ചയുണ്ട്. ഉണ്ടോ, നിറച്ച് നല്ല മേഘങ്ങൾ, കോട പൊന്തി വന്നു മൊത്തം മലകൾ. അപ്പോൾ എൻ്റെ സീൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ മൈൻഡിൽ ഇവിടെ നിന്നിട്ട് നല്ലൊരു കട്ടൻ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ, മൈൻഡായിരിക്കില്ലേ. സോ അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ക്രിസ്റ്റി ബ്രോ ആണ്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റി ബ്രോ ചെറിയൊരു കട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയായിട്ട് കട്ടൻ അടിച്ചാൽ ഇതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് അടിപൊളിയായിരിക്കില്ലേ. ശരിക്കും ഇതിൻ്റെ മേളിൽ കയറുന്ന കട്ടൻ ചോടിക്കുന്ന വേറൊരു മൈൻഡ് ഫീലാട്ടോ അത് ഈ സമയത്ത്. ശരിക്കും നമ്മൾ ഈ സ്ഥലം ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, ജോയൽ എന്ന് പറഞ്ഞ ഫ്രണ്ടാണ്. അപ്പോൾ അവങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു മോർണിംഗ് നല്ല മൈൻഡായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ വന്നേക്കുമ്പോൾ വെച്ചാൽ കട്ടൻ ചായ കുടിക്കാനാണ്. ഈ കട്ടൻ ചായ കുടിക്കുന്ന വേറൊരു ലെവൽ ഫീൽ ഈ മൈൻഡിൽ ഇങ്ങനെ ഈ കോടയെടുത്തുന്നത്. അതായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ടൻ ചായ കുടിക്കുന്നത് കണ്ണടച്ചിട്ട് കുടിക്കുക, എന്നിട്ട് ഇറക്കി കഴിഞ്ഞിട്ട് കണ്ണിങ്ങനെ തുറക്കുക. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതാണ് സൂര്യൻ ഏതാണ്ട് ഇങ്ങനെ പൊന്തി ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടോ. ഈ കോടയിലൊക്കെ ഈ സൂര്യപ്രകാശത്തിൻ്റെ ലൈറ്റ് അടിക്കുന്നുണ്ട്, നല്ല വെട്ടടിക്കുന്നുണ്ട്. അതിൻ്റെ നൈസായിട്ട് ഈ കോട ഇങ്ങനെ പോണു. ആഹാ, എന്താ മൈൻഡ്. ഈ സൈഡുള്ള കാഴ്ച ഏതാണ്ട് കോട കയറി വണ്ടി കഴിഞ്ഞിപ്പോൾ കുറച്ചുകൂടെ നേരം എടുക്കുമ്പോഴേക്കും കോട കയറി വരും. ഇതാണ് ഈ പുലിയാണിപ്പാറ. ഈ പുലിയാണിപ്പാറയിൽ നിന്ന് കാണാൻ പറ്റുന്ന ഈ കാഴ്ച എന്ന് പറയുന്നത് എങ്ങനെയുണ്ട്, പൊള്ളിയല്ലേ സംഭവം. നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് കയറി നോക്കാം. നമ്മൾ കയറി വന്നപ്പോൾ ആ സൈഡ് നല്ല കോടയായിരുന്നു. നമ്മൾ കയറി വന്ന വഴി നിറച്ചും ആ 2 സൈഡും കോടയായിരുന്നു. നമുക്കിപ്പോൾ എന്താ സിറ്റുവേഷൻ നോക്കാം. താഴെയൊക്കെ വഴിയുണ്ട് കേട്ടോ, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ കയറി വന്ന വഴിയാട്ടോ ഇതിൻ്റെ. ആണോ, നേരെ ബാക്കി കാണുള്ളേ. ഈ നേരെ ബാക്കി കാണാം. നമ്മൾ കയറി വന്നപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നല്ല നിറച്ച് കോട, 2 സൈഡ് നല്ല കോടയായിരുന്നു. ഇത് അമ്പലം നേരെ പുറകെ കാണുന്നത് അമ്പലമാണ്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കാണിച്ചു തരാം.
ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ കണ്ടുമുട്ടിയതാണ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ മലയാറ്റക്കാരൻ വന്നിട്ടുണ്ട് കേട്ടോ. ആളെ നമ്മൾ കണ്ടിട്ട് കുറേ നാളായി. എന്തൊക്കെ ഉണ്ട്, ഞങ്ങള് മാറാല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇവർ സൈക്ലിംഗ് ആയിട്ട് വന്നതാണ്. ഇത് നമ്മുടെ മലയാറ്റക്കാരനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇപ്പോൾ അറിയാം. ഇത് നമ്മുടെ മറ്റൊരു ഫ്രണ്ടാണ്, പേര് ഉക്രു. എന്ത് നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? എന്റെ പേര് ഡിബിൻ. അവന്റെ പേര് ഡിബിൻ. വിളിക്കുന്നത് ഇക്രു. ഇത് നമ്മുടെ ജിനോ. ജിനോ നമ്മുടെ ക്രിസ്ത്യന്റെ പേരെന്താ? അനന്ത്. നിന്റെ ചേട്ടനുണ്ടാ? അനിയനുള്ളത്. ഇത് അനന്ത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇവരൊക്കെ പോവാണ്. ജസ്റ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പോലെ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നാ ടേക്ക് കെയർ. ഓക്കെ. അപ്പോൾ ഏകദേശം ഈ കോടയൊക്കെ പോയിട്ടോ. ജസ്റ്റ് ഒരുവിധം സണ്ണാണ്, ചെറിയ മഴക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ സൂര്യൻ പ്രകാശം അധികം ഇല്ല. അപ്പോൾ നമ്മളേതാണ്ട് ഈ പുലിയണിപ്പാറ ഈ സൺറൈസ് ഈ വ്ളോഗ് നമ്മൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ആ ക്ലൈമറ്റ് നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുത്തല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പോവാണ്, തിരിച്ചു പോകണം. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ വന്ന വഴി, ആ വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാം.